തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ പല രംഗങ്ങളും യഥാർത്ഥത്തിൽ ചൂടുപിടിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ചേർപ്പുകാർക്ക് എത്രയോ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച ചേർപ്പുകാർക്ക് സുപരിചിതമായ ഒരു വ്യക്തിത്വമുണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല. കാരണം ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും ഇനിയിപ്പോൾ സ്വതന്ത്രനാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും എല്ലാവർക്കും കയറി വരുവാനായിട്ട് നിർബന്ധിതമായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ചേർപ്പിലെ വളദേവസി സ്റ്റോഴ്സ്. വളദേവസി സ്റ്റോഴ്സിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും, തെരഞ്ഞെടുപ്പിൻ്റെ സമയമായാലും ഓരോ സീസണിലും ഓരോ കച്ചവടത്തിനേക്കാൾ ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും LDFിൻ്റെയും UDFിൻ്റെയും എന്ന് വേണ്ട സകല പാർട്ടിക്കാരുടെയും ആവശ്യമായ എല്ലാ വസ്തുക്കളും കിട്ടും. അപ്പോൾ സത്യത്തിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചു നോക്കട്ടെ. രാഷ്ട്രീയം ശരിക്കും ഉണ്ടോ? രാഷ്ട്രീയമില്ല. എല്ലാവരും നമ്മൾ വേണ്ടപ്പെട്ടവരാണ്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, ഇതുവരെ നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. ഇനി 11-ാം തീയതി അല്ലേ ഇലക്ഷൻ, അപ്പോൾ അതിൽ ബൂത്ത് കെട്ടിലും ഇതൊക്കെ ആയിട്ട് ഒരു കച്ചവടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ പ്രാവശ്യം ചൂട് പിടിക്കും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാ പാർട്ടിക്കാരും വേണം. എല്ലാ പാർട്ടിയും അതെല്ലാം കണ്ടിട്ടാണ്. എല്ലാവരും ഷാളിട്ടുണ്ട്, എല്ലാവരും തൊപ്പിയുണ്ട്. ആർക്കും രാഷ്ട്രീയമില്ല. ആർക്കും വോട്ട് ചെയ്യാൻ പോറില്ലേ? പോകാറുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, പക്ഷെ അത് പുറത്ത് പറയില്ല. ഇത് തന്നെയാണെങ്കിലും നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിൽക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്ര കട്ടയ്ക്ക് മത്സര രംഗത്ത് നിൽക്കുന്നത് എന്താണെന്ന് ഒന്ന് അറിയുക തന്നെ വേണം. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്കൊപ്പം പതിനഞ്ചാം വാർഡിൽ നിൽക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെറിയ ആളല്ല എന്നത്. ഈ നിൽക്കുന്ന ആളാണ്. നമസ്കാരം. എൻ്റെ പേര് ജെൻസൺ ജോർജ്. ഞാൻ ചേർപ്പ് പള്ളിയിരിക്കുന്ന 15-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 2 വട്ടം പഞ്ചായത്തിലും 1 വട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും നമ്മൾ അവിടെ ആ വാർഡിനെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ വിജയം എങ്ങനെ? ആദ്യത്തെ പ്രാവശ്യം 87 വോട്ടിനാണ് ആദ്യം വിജയിച്ചത്. അത് ഏത് പാർട്ടിയുടെ ഇതിലാണ്? അന്ന് കോൺഗ്രസ് ചിഹ്നത്തിലായിരുന്നു. എന്താണ് കോൺഗ്രസ് സംഭവിച്ചത്? രണ്ടാവരായിട്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അഭിപ്രായ വ്യത്യാസം വന്ന് രാജിവെച്ച് CPM പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. അന്ന് 129 വോട്ടിനാണ് വിജയിച്ചത്. പിന്നീട് 8 ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 998 വോട്ടിന് അന്ന് CPMന്റെ ചിഹ്നത്തിൽ നിന്നാണ് മത്സരിച്ചിട്ടുള്ളത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്നത്. അന്ന് 1000 വോട്ടിനാണ്, നമ്മൾ 998 വോട്ടിനാണ് നമ്മൾ വിജയമായിരുന്നത്. ഇപ്പം എന്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ കാരണം? കോൺഗ്രസിൻ്റെ ഞങ്ങളെ വാർഡിലുള്ള മീറ്റിങ്ങുകൾ കൂടി, അപ്പോൾ അവിടെയുള്ള പേരുകൾ എഴുതി കൊണ്ടുപോയി ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങളെ വാർഡിലില്ലാത്ത പുതിയ 20-ാം വാർഡിൽ താമസിക്കുന്ന വേറൊരു വ്യക്തിക്കാണ് സീറ്റ് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ വാർഡിലെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല? നമ്മൾ ഇടതുപക്ഷമായിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അവർ അകൽച്ചയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മളൊരു 5 വർഷമായിട്ട് നിന്നോടുന്നത്. അപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ രംഗത്ത് വരാൻ കാരണം. നമ്മൾ സ്വന്തം വാർഡിൽ ഇഷ്ടം പോലെ, അതായത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കം രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളടക്കം പ്രതിനിധാനം ചെയ്യുന്നൊരു വാർഡാണ്. ഇവരെ ആരും പരിഗണിക്കാതെ പുറത്തു നിന്നുള്ള 20-ാം വാർഡിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അത് ചേർപ്പ് മാർക്കറ്റിൻ്റെ ബാക്കിൽ താമസിക്കുന്ന സുഹൃത്തിനെയാണ് നിർത്തിയിട്ടുള്ളത്. അതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ അവിടെ നമ്മുടെ ജനങ്ങളെല്ലാവരും നമ്മളോട് പറഞ്ഞു, ജെൻസൺ ഈ വാർഡിലൊരാൾ വേണം, നിങ്ങൾ മത്സരിക്കണം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ സപ്പോർട്ട്? എങ്ങനെയുണ്ട്? ജനങ്ങളെല്ലാവരും ഞാൻ വന്നതിൽ വളരെ സന്തോഷമാണ്. ഒറ്റയാൾ പോരാട്ടമാണല്ലേ? ഒറ്റയാൾ പോരാട്ടമാണ്. ഒറ്റയ്ക്കാണ് അവിടെ കൂടിയിട്ടുണ്ട്. ജനങ്ങൾ നമ്മൾ ഫുൾ സപ്പോർട്ടാ. അവർക്ക് ഞാൻ വന്നതിൽ സ്ഥാനാർത്ഥി പര്യടനത്തിൽ സ്വാഭാവികമായിട്ടും അണികൾ ധാരാളം പേരാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ നമ്മളിത് ചിത്രീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു മനുഷ്യൻ്റെ കൂടെ ഈ ഒരു മനുഷ്യൻ തന്നെയുള്ളൂ. സത്യം പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം ഒരു പാലയിൽ ഒരു സ്ഥാനാർത്ഥി ടെലിവിഷനാണ് ചിഹ്നം വന്നത്. തലയിൽ ടെലിവിഷൻ ചുമന്നിട്ടാണ് പ്രചരണം നടത്തിയത്. അത്തരത്തിലൊരു വ്യത്യസ്ത ചിന്ത നോക്കാൻ വളർന്നോ? അല്ല, ടെലിവിഷനാണ് ചിഹ്നം. എൻ്റെ അപ്പോൾ തലയിൽ ചുമന്നിട്ടാണ് ആള് സ്ഥാനാർത്ഥി. തലയിലൊന്നും നമ്മൾ ചോക്കുന്നില്ല. ജനങ്ങളെ മനസ്സിലാണ്, എൻ്റെ ഹൃദയങ്ങളിലാണ് ടെലിവിഷൻ എന്ന ചിഹ്നവും ഞാനും. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ആ ഫീഡ്ബാക്ക്? എങ്ങനെയാണ് ചെല്ലുമ്പോൾ ഉള്ള വോട്ടർമാരുടെ? ജനങ്ങൾ വളരെ സന്തോഷമാണ്. തിരിച്ചും ഞാൻ പഞ്ചായത്തിലേക്ക് വരുന്നു, അവരെല്ലാ കാര്യങ്ങൾക്കും കൂടി ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ജെൻസനെ പോലെയുള്ള ഒരു ജനപ്രതിനിധിയെ ബാക്കിയുള്ളവർ കണ്ടുപഠിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛാ എല്ലാ കാര്യത്തിനും വിളിച്ചാലുണ്ടാവും, അതോടെ എല്ലാ ദിവസവും നടത്തമുണ്ടാവും. അങ്ങനത്തെ ഒരാളെ തന്നെ അവർക്ക് കിട്ടാറില്ല. ജെൻസനാകുമ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് ആ വാർഡിലൂടെ, ആ പെരുങ്കുളം വാർഡിൻ്റെ ചുറ്റും, ആ പാടശേഖരത്തിന് ചുറ്റും നടക്കുന്ന എല്ലാവർക്കും നടക്കുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ഒറ്റ വാക്ക്, അങ്ങ് ഒരു നിർണായക ഘടകമാവുമോ ചേർപ്പ് പഞ്ചായത്തിൽ? ഇന്നത്തെ സ്ഥിതിവിശേഷം വെച്ച് നോക്കുമ്പോൾ
എല്ലാവരും വായിൽ നിന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിച്ചതുപോലെ മേയർ സംഭവിച്ചതുപോലെ എല്ലാ കണ്ണും ഈ ചെറുപ്പ് പള്ളി ഡിവിഷനിലേക്ക് മാറുമോ അല്ലെങ്കിൽ ആ വാർഡിലേക്ക് മാറുമോ? പള്ളി ഡിവിഷനിലേക്കാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇപ്പൊ നോക്കി നിൽക്കുന്നത്. പെരുങ്ങളം വാർഡിലേക്ക്, വാർഡ് 15 എന്ന് വെച്ചാൽ അതൊരു നിർണായക മത്സരമാണ്. ജെൻസൺ ജോർജ് വന്നാൽ ആരെ കൂടെ, ആര് സപ്പോർട്ട് ചെയ്യും, ആരെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ ജനങ്ങളിലും ഉണ്ട്. കൗതുകം കൂടിയുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. സന്തോഷം. എന്തായാലും ഈ കുറി വിജയത്തിലേക്ക് എത്തട്ടെ. മീഡിയ ഫോറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങളിങ്ങനെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ഞങ്ങൾ ആളുകൾക്കൊക്കെ എത്തുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. തുടക്കം തന്നെ ഞങ്ങൾ പറയട്ടെ, ഇതിൻ്റെ ഈ ഒരു ഇന്നത്തെ അധ്യായം സമാപിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ആരുടെ ഒരു പക്ഷം പിടിക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. നിഷ്പക്ഷമായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തനം മീഡിയ ഫോർ നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഉയർത്തിക്കിട്ടുവാനോ താഴ്ത്തിക്കിട്ടുവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും ഞങ്ങൾ തയ്യാറാവുന്നില്ല. ഞങ്ങൾ നിൽക്കുന്നത് ഈ കാണുന്ന അല്ലേ, ഈ നടന്നു പോകുന്ന, ഈ ഇരിക്കുന്ന, ഈ ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ കടകളിൽ സാധനങ്ങൾ മേടിക്കുന്ന സാധാരണക്കാർക്കൊപ്പം തന്നെയാണ് ടീം മീഡിയ ഫോർ നിലകൊള്ളുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം.